നമസ്കാരം. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആകരുത് എന്ന് ഉദാഹരണ സഹിതം കാണിച്ചു തരികയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് വേളയിൽ അതല്ല എങ്കിൽ ഒരു പൊതു ഇടത്ത് ഒരു മുഖ്യമന്ത്രി പറയേണ്ട വാക്കുകളാണോ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നു പറഞ്ഞത്? ഒരിക്കലുമല്ല എന്ന് കണ്ണും പൂട്ടി പറയാം. കോൺഗ്രസ് പുറത്താക്കിയ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപത്തിൽ ആ പാർട്ടിയിലെ നേതാക്കളെ എന്നു മാത്രമല്ല ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും അപമാനിക്കുന്ന തരത്തിലുള്ള തരംതാണ പ്രസ്താവനയാണ് പിണറായി വിജയന്റെ വായിൽ നിന്നും ഇന്നു വന്നത് എന്ന് പറയാതെ വയ്യ. അങ്ങേയറ്റം നിരാശനായ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്നും പുറത്തു വന്ന അപമാനകരമായ പദപ്രയോഗം എന്ന നിലയ്ക്ക് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഒരു MLA-ക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ ആ വ്യക്തിയെ പുറത്താക്കി സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നു പറയാൻ ആർജവം കാണിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. മറുവശത്തോ CPM സഹയാത്രികനും മുൻ MLA-യുമായ കുഞ്ഞു മുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ പരാതി 2 ആഴ്ചയോളം പൂഴ്ത്തിവെച്ച ആഭ്യന്തര വകുപ്പിന്റെ തലവനാണ് ഈ മുഖ്യമന്ത്രി. ആ പിണറായി വിജയനാണ് ഇന്ന് നിലവാര തകർച്ചയുടെ ഏറ്റവും നല്ല ഉദാഹരണമായി മാറിയത്. മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് CPM എന്ന പാർട്ടിക്ക് തന്നെയാണ്. പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ പരസ്യമായി പറയാൻ പറ്റുന്ന കാര്യമല്ല എന്ന് ഉത്തമ ബോധ്യമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെ വാക്കുകളാണിവ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ആവേശവും നിലനിൽക്കുന്ന വേളയിൽ അങ്ങേയറ്റം മലീമസമായ പദപ്രയോഗം കൊണ്ട് സ്വയം അപമാനിതനാകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ക്ലാസ് എടുക്കുന്ന പാർട്ടിയിലെ തന്നെ പ്രമുഖനായ നേതാവ്. ആ നേതാവിന്റെ വാക്കുകൾ, ചിന്തകൾ എത്രമാത്രം അധപ്പതിച്ചു എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഇന്ന് കേരളം കേട്ടത്. തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിൽ മറ്റൊന്നും പറയാനില്ലാത്ത ഒരു മുഖ്യമന്ത്രിയുടെ അബദ്ധജടിലമായ പരാമർശമായി മാത്രമേ കേരളം ഇതിനെ കാണുന്നുള്ളൂ. എന്നിരുന്നാലും മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും വരേണ്ട കാര്യമാണോ, വരേണ്ട വാക്കുകളാണോ ഇത് എന്നതാണ് പ്രധാന ചോദ്യം. തെരഞ്ഞെടുപ്പ് വേളയിൽ നിൽക്കക്കള്ളിയില്ലാതെ വരുന്ന CPM സ്ത്രീ വിഷയങ്ങൾ എടുത്തിടുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ കാര്യമല്ല. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം ശക്തമാക്കി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ CPM നടത്തുന്ന പെടാപ്പാട് തിരിച്ചറിയാൻ പ്രത്യേക ബുദ്ധിയുടെ ആവശ്യമില്ല. അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വായിലൂടെ ഇന്ന് ലോകം കേട്ടത്. ഈ തരം താഴ്ന്ന നിലപാട് ഇടതുമുന്നണിയിലെ അണികൾക്കുള്ളിൽ പോലും ഇന്ന് ചർച്ചയാകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA-ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ പുറത്താക്കിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കി. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന ധീരമായ നിലപാട് സ്വീകരിച്ചു. പൊതുജനമധ്യത്തിൽ തല ഉയർത്തി നിന്നു കോൺഗ്രസ്. എന്നാൽ CPM-ന് ഇത് സ്വപ്നം കാണാൻ പോലും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന ഭരണത്തിന്റെ തലപ്പത്തുള്ള മുഖ്യമന്ത്രിയും ഇടതുപക്ഷ സർക്കാരും സ്വന്തം പക്ഷത്തുള്ള നേതാക്കൾക്കെതിരായ ഗുരുതര ആരോപണങ്ങൾ വരുമ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ഇരട്ടനീതിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും വാചാലനാകുന്ന മുഖ്യമന്ത്രിക്ക് സ്വന്തം സഖാക്കൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ധാർമ്മികമായി സംസാരിക്കാൻ എന്ത് അവകാശമാണ് ഉള്ളത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. CPM സഹയാത്രികനും മുൻ MLA-യുമായ കുഞ്ഞു മുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ പരാതി 2 ആഴ്ചയോളം പൂഴ്ത്തിവെക്കാൻ ഭരണകൂടം ശ്രമിച്ചത് ഈ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. മറ്റു പാർട്ടിയിലെ ചിലർ ആരോപണ വിധേയരാകുമ്പോൾ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്ന CPM നേതൃത്വം സ്വന്തം പാർട്ടി നേതാക്കളാണ് പ്രതികളെങ്കിൽ ആരോപണങ്ങളുടെ തീവ്രതയളക്കാൻ ഒരു പ്രത്യേക മെഷീൻ ഉപയോഗിക്കുന്ന രീതിയാണ് പതിവാക്കിയിരിക്കുന്നത്. പാർട്ടി നേതാക്കളുടെ പ്രിവിലേജ് ഉപയോഗിച്ച് പരാതികളെ ലഘൂകരിക്കാനും
വ്യക്തിപരമായ വിഷയങ്ങളായി അതിനെ ചിത്രീകരിക്കാനും അതുവഴി പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. IFFK ചലച്ചിത്രോത്സവത്തിനിടെ മുൻ CPM MLA-ക്കെതിരെ ഉയർന്ന ആരോപണം അധികാര ദുർവിനിയോഗത്തിന്റെ ഞെട്ടിക്കുന്ന ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. സിനിമകൾ തെരഞ്ഞെടുക്കുന്ന ജൂറി അധ്യക്ഷൻ ജൂറി അംഗമായ വനിതയെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അതിക്രമത്തിന് ശ്രമിച്ചു എന്ന പരാതി കേവലം വ്യക്തിപരമായ പ്രശ്നമായി തള്ളിക്കളയാനാകില്ല. ഇത് ഒരു പൊതു പദവിയുടെ മറവിൽ നടന്ന അധികാര ദുർവിനിയോഗമാണ്. സാംസ്കാരിക വേട്ടക്കാരൻ എന്ന പ്രതിച്ഛായ ലഭിക്കാൻ സാധ്യതയുള്ള ഈ സംഭവത്തിലും കുഞ്ഞു മുഹമ്മദിന് ലഭിക്കുന്ന രാഷ്ട്രീയ പ്രിവിലേജ് വ്യക്തമാക്കിക്കൊണ്ട് പാർട്ടിയും അനുബന്ധ സംവിധാനങ്ങളും മൗനം പൂണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾക്കെതിരെ അവൾക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി രംഗത്തെത്താറുള്ള ഇടതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും സാംസ്കാരിക പ്രവർത്തകരും വനിതാ മന്ത്രിമാരും ഈ വിഷയത്തിൽ മൗനം പാലിച്ചത് ശ്രദ്ധേയമാണ്. ഈ വിഷയത്തിൽ കുഞ്ഞു മുഹമ്മദിനെ വിമർശിക്കാനോ ലൈംഗിക വേട്ടക്കാരനായി ചിത്രീകരിക്കാനോ ആരും തയ്യാറാകാത്തത് ഇവരുടെ രാഷ്ട്രീയ സൗകര്യം വ്യക്തമാക്കുന്നു. തങ്ങളുടെ രാഷ്ട്രീയ പക്ഷത്തിന് എതിരല്ലാത്തപ്പോൾ മാത്രം അവൾക്കൊപ്പം ക്യാമ്പയിനിൽ നിൽക്കുകയും സ്വന്തം ചേരിയിൽ വീഴ്ച വരുമ്പോൾ കണ്ണടയ്ക്കുകയും ചെയ്യുന്ന ഈ സമീപനം പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ധാർമ്മികതയെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇടതുപക്ഷ നേതാക്കൾ പ്രതികളാകുന്ന ലൈംഗിക പീഡന കേസുകൾ ഒരു തുടർക്കഥയായി മാത്രം മാറുകയാണ്. വിവാദങ്ങൾ ഓരോന്നും സംസ്ഥാനത്തെ ഭരണകക്ഷിയുടെ സ്ത്രീപക്ഷ നിലപാടുകളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുകയാണ്. ഈ ഘട്ടത്തിലാണ് അങ്ങേയറ്റം തരം താണതും നിലവാരം കുറഞ്ഞതുമായ പ്രസ്താവനയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്ന് രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി ഇന്ന് തിരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയാണ് കേരള രാഷ്ട്രീയം ഇന്ന് ഏറെ ചർച്ച ചെയ്യുകയും വിമർശന വിധേയമാക്കുകയും ചെയ്തത്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ലൈംഗിക ആരോപണത്തിൽ പെടുന്നവരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി ഏറ്റവും വിചിത്രമായ ഒരു പ്രസ്താവനയുമായാണ് ഇന്ന് രംഗത്തെത്തിയത്. PT കുഞ്ഞു മുഹമ്മദിനെതിരായുള്ള കേസിൽ ലഭിച്ച പരാതി, അല്ലെങ്കിൽ സിനിമാ പ്രവർത്തക നൽകിയ പരാതി 13 ദിവസത്തോളം പൂഴ്ത്തിവെച്ച ശേഷം അതിൽ ഒരു നടപടിയിലേക്ക്, പിന്നീട് ഒരു നടപടിക്ക് വേണ്ടി DGPക്ക് കൈമാറിയ മുഖ്യമന്ത്രി ഇന്ന് ഏറ്റവും വിചിത്രമായ ഒരു പ്രസ്താവനയുമായി കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിക്കുന്ന നിലയിൽ രംഗത്തെത്തി. ഇത് തന്നെയാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ ഒന്നടങ്കം വലിയ വിമർശനം അക്കാര്യത്തിൽ ഉയർത്തുകയും ചെയ്തത്. മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ അടക്കമുള്ളവർ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഇടതുമുന്നണിയിലെ MLA-മാർ, നിയമസഭയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കുന്ന MLA-മാർ ഉൾപ്പെടെയുള്ളവർ, CPM-ന്റെ അത്തരത്തിലുള്ള MLA-മാർ അടക്കമുള്ളവർ നിരവധിയായ ലൈംഗിക ആരോപണ കേസുകളിൽ ഏറെക്കാലമായി അവർ പെടുകയും അവർക്കെതിരെ കുറ്റപത്രം വരെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒട്ടനവധി സംഭവങ്ങൾ മുന്നിൽ നിൽക്കുന്നു. CPM എന്നും ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണ പരാതികൾ സ്വന്തം പാർട്ടി നേതാക്കൾക്കെതിരെ, പാർട്ടി പ്രവർത്തകർക്കെതിരെ, പാർട്ടിയിലെ മറ്റ് സഖാക്കൾക്കെതിരെയൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ സ്വന്തം പാർട്ടി കോടതിയിൽ അത് വിചാരണ ചെയ്യുന്നു, അത്തരത്തിലൊരു സമീപനം കൈക്കൊള്ളുന്നു, പോലീസിന് കൈമാറുകയോ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക്, നിയമപരമായ നടപടിയിലേക്കൊന്നും നീങ്ങുകയോ ചെയ്യുക CPM-ന്റെ പതിവ് തന്ത്രമല്ല. അവർ അതൊക്കെ തന്നെ സ്വന്തം പാർട്ടിയിൽ ചർച്ച ചെയ്യുന്നു, പാർട്ടി കോടതി അതിന് വിധി കൽപ്പിക്കുന്നു, ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത്തരത്തിലാണ് CPM കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ ലൈംഗിക ആരോപണ പരാതികളെ കൈകാര്യം ചെയ്തിരുന്നത്. അത്തരത്തിൽ പരാതികൾ കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ തലവനായ മുഖ്യമന്ത്രിയാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അതുതന്നെയാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയും മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ തുറന്ന വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ഇത്തരത്തിൽ വലിയ ഇരട്ടത്താപ്പ് സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കാലങ്ങളായി ഉണ്ടാകുന്നു. എന്തിനേറെ പറയുന്നു, സമീപകാലത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാക്കൾ അറസ്റ്റിലായിട്ട് അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കുവാൻ അല്ലെങ്കിൽ പാർട്ടി ഒരു നടപടി പോലും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ അത്തരത്തിൽ 100 സംഭവങ്ങൾ, അത്തരത്തിൽ 100 അനുഭവങ്ങളാണ് CPM-ന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ
പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായി കാണുവാൻ കഴിയുന്നത്. ഏതായാലും അതൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ ഇന്നത്തെ ഈ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ അലയടിച്ചത്. മുഖ്യമന്ത്രി തന്റെ അബദ്ധജടിലമായ വാക്കുകൾ അലങ്കാരമാക്കുമ്പോൾ സ്വന്തം പാർട്ടിയിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് ചർച്ച ചെയ്യേണ്ടതാണ്. ഇത്തരം അധമ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറെടുക്കുമ്പോൾ ആ പിണറായി വിജയന്റെ ഇടതും വലതും നിൽക്കുന്നവരെ കേരളം എന്തു പറഞ്ഞാണ് അഭിസംബോധന ചെയ്യേണ്ടത്? സ്വന്തം കണ്ണിലെ കോൽ എടുത്തിട്ട് വേണ്ടേ അടുത്തവന്റെ കണ്ണിലെ കരട് എടുക്കേണ്ടത് എന്ന ചോദ്യം ഏറ്റവും നന്നായി ചേരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ്. പി ശശിയും പി കെ ശശിയും എം മുകേഷും അടക്കം നിരനിരയായി സ്ത്രീ സംരക്ഷകരുള്ള CPM എന്ന ഈ പാർട്ടിയിൽ ഇടത് മുന്നണിയിൽ പിണറായി വിജയനെ പോലൊരു നേതാവിൽ നിന്നും ഇത്തരം വാക്കുകൾ വന്നില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. പുരോഗമനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും മുഖംമൂടിയണിഞ്ഞ് കേരളീയ സമൂഹത്തെ വഞ്ചിക്കുന്ന CPMന്റെ സ്ത്രീ വിരുദ്ധത കുപ്രസിദ്ധമാണ്. ഈ മുഖം ഒരിക്കൽ കൂടി തുറന്നു കാട്ടപ്പെടുകയാണ്. സ്വന്തം നേതാക്കൾക്കെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങൾ തുടർച്ചയായി ഉയരുമ്പോൾ ഇരകൾക്ക് നീതി നൽകുന്നതിന് പകരം വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ലജ്ജാകരമായ നിലപാടാണ് പിണറായി വിജയന്റെ പാർട്ടി സ്വീകരിക്കുന്നത്. പാർട്ടി കോടതികളിൽ വിചാരണ നടത്തി പ്രതികളെ വെള്ളപൂശുന്ന CPM രാജ്യത്തെ നിയമവ്യവസ്ഥയെയും ഭരണഘടനയെയും പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. പക്ഷേ സ്വന്തം നെഞ്ചിലേക്ക് ചൂണ്ടുന്ന വിരലുകളെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും നേതാക്കളും വലിയ വാചകമടിക്കുന്നത്. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രി തന്നെ അബദ്ധജടിലമായ വാക്കുകളും പരാമർശങ്ങളും നടത്തുന്നത്. CPMന്റെ സ്ത്രീവിരുദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന ഗോപി കോട്ടമുറിക്കലിനെതിരായ സംഭവം. സഹപ്രവർത്തകയോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നതിന്റെയും അപമര്യാദയായി പെരുമാറുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഈ ക്രിമിനൽ കുറ്റത്തിന് പോലീസിൽ പരാതി നൽകാൻ പാർട്ടി തയ്യാറായില്ല. പകരം പാർട്ടി കമ്മീഷനെ വെച്ച് അന്വേഷണം എന്ന് പ്രഹസനം നടത്തുകയും കോട്ടമുറിക്കലിനെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്തു. എന്നാൽ കാലക്രമേണ ഇതേ നേതാവിനെ പാർട്ടി പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്ന് CPM നേതൃത്വം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ഇത് ഇരയോടുള്ള കൊഞ്ഞനം കുത്തലും പൊതുസമൂഹത്തോടുള്ള കനത്ത വെല്ലുവിളിയുമായിരുന്നു. മീ ടു ക്യാമ്പയിൻ വഴി ലോകം മുഴുവൻ സ്ത്രീകൾ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതിലൊരു ആരോപണം ഉയർന്നത് കൊല്ലത്തെ CPM MLAയും നടനുമായ എം മുകേഷിനെതിരെയായിരുന്നു. 19 വർഷം മുൻപ് തന്നോട് മോശമായി പെരുമാറി എന്ന ഒരു വനിതാ പ്രൊഫഷണലിന്റെ വെളിപ്പെടുത്തലിനെ പുച്ഛിച്ചു തള്ളിയ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. ഒരു ജനപ്രതിനിധിക്കെതിരെ പോലീസ് കേസെടുത്തു. എന്നിട്ടും ഗുരുതരമായ ആരോപണത്തിൽ അന്വേഷണം നടത്താനോ കുറഞ്ഞപക്ഷം വിശദീകരണം തേടാനോ പോലും പാർട്ടി തയ്യാറായതുമില്ല. അയാളെ ജനപ്രതിനിധിയെ തുടരാനും അനുവദിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്ത് അധാർമികതയുമാകാം എന്ന CPMന്റെ പച്ചയായ ധാർഷ്ട്യമാണ്. DYFI വനിതാ നേതാവിന്റെ പരാതിയിൽ ഷൊർണൂർ MLA ആയിരുന്ന PK ശശിക്കെതിരെ പാർട്ടി കണ്ടെത്തിയ ന്യായം കേരളം കേട്ട് ചിരിച്ചതാണ്. നാണക്കേട് കൊണ്ട് തലകുനിച്ചതാണ്. തീവ്രത കുറഞ്ഞ പീഡനം, ലൈംഗിക അതിക്രമത്തെ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന CPMന്റെ സ്ത്രീവിരുദ്ധ നിഘണ്ടു കേരളത്തിന് അപമാനകരം എന്നേ പറയാനുള്ളൂ. ഗൗരവമേറിയ പരാതിയെ കേവലം സസ്പെൻഷനിൽ ഒതുക്കി പിന്നീട് ശശിയെ പാർട്ടിയിൽ സംരക്ഷിച്ചതിലൂടെ ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പമാണ് തങ്ങളെന്ന് CPM വീണ്ടും തെളിയിച്ചു. ലൈംഗിക ആരോപണത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട P ശശിയെ തിരിച്ചെടുക്കുക മാത്രമല്ല, കേരളത്തിന്റെ ഭരണ നേതൃത്വമായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തത് പിണറായി സർക്കാരിന്റെ അധാർമിക സമീപനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്, ഉദാഹരണമാണ്. ഇതിലൂടെ എന്തു സന്ദേശമാണ് CPM കേരളത്തിലെ സ്ത്രീകൾക്ക് നൽകുന്നത്? പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരെ എന്താരോപണം നേരിട്ടാലും സംരക്ഷിക്കും എന്നാണോ?
ഇടതുമുന്നണി സർക്കാരും CPM-ഉം മറുപടി പറയേണ്ട പ്രസക്തമായ നിരവധി ചോദ്യങ്ങളുണ്ട്. സ്ത്രീ പീഡന പരാതികൾ എന്തുകൊണ്ടാണ് ക്രിമിനൽ നിയമപ്രകാരം പോലീസിന് കൈമാറാതെ പാർട്ടി കോടതികളിൽ ഒതുക്കി തീർക്കുന്നത്? ഇത് നഗ്നമായ നിയമലംഘനമല്ലേ? മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് സ്വന്തം പാർട്ടി നേതാക്കൾക്കെതിരായ പരാതികളിൽ എന്തുകൊണ്ടാണ് നിഷ്ക്രിയമാകുന്നത്? നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ? തുടർച്ചയായി ആരോപണ വിധേയരാകുന്നവരെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുകയും ഉന്നത സ്ഥാനങ്ങളിൽ നിയമിക്കുകയും ചെയ്യുന്നതിലൂടെ CPM എന്ത് ധാർമ്മികതയാണ് ഉയർത്തിപ്പിടിക്കുന്നത്? ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് മറ്റു പാർട്ടികളെ വളരെ മ്ലേച്ഛകരവും മോശകരവുമായ പരാമർശം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അപമാനിക്കാൻ ശ്രമിച്ചത്. ഇതെല്ലാം തിരിഞ്ഞുകുത്തുന്നത് സ്വന്തം പാർട്ടിയിലേക്ക് തന്നെ എന്ന കാര്യം മുഖ്യമന്ത്രി വിസ്മരിച്ചു പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടികളുടെയും പരാമർശങ്ങളുടെയും നിലവാരം പരിശോധിക്കുക എന്നത് ചെറിയ കാര്യമല്ല. പരനാറിയും എടോ ഗോപാലകൃഷ്ണനുമെല്ലാം പിണറായി വിജയന്റെ കിരീടത്തിലെ പൊൻതൂവലുകളാണ്. മുഖ്യമന്ത്രി കാലഹരണപ്പെട്ട ഭരണാധികാരിയാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. അത് തെളിയിക്കുന്നതുമാണ് അദ്ദേഹത്തിന്റെ മറുപടികളും. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പുളകിതരാകുന്ന CPM അനുഭാവികളും നേതാക്കളും ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി എന്തിന് 13 ദിവസം വരെ പൂഴ്ത്തിവെച്ചു? അതും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ്. പിണറായി മന്ത്രിസഭയിൽ ലൈംഗിക അപവാദ കേസുകളിൽ ഉൾപ്പെട്ടവർ എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകിയിട്ട് പോരെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാനുള്ള ഈ തത്രപ്പാട്? മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്തത് എന്താ? അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മുൻ CPM-ന്റെ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയത് നവംബർ 27-ാം തീയതിയാണ്. പരാതി പോലീസിന് നൽകിയത് ഡിസംബർ 2-നാണ്. കേസെടുത്തത് ഡിസംബർ 8-നാണ്. 13 ദിവസം ഇത് എന്തുകൊണ്ടാണ് പൂഴ്ത്തിവെച്ചത്? 12-13 ദിവസം എന്തുകൊണ്ടാണ് ഇത് പൂഴ്ത്തിവെച്ചത്? ഒരു MLA-ക്കെതിരെ ഈ പരാതി കിട്ടിയപ്പോ അപ്പൊ തന്നെ നേരെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തല്ലോ. ഞാൻ അതിനകത്ത് തെറ്റുപറയില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു MLA-യെ കുറിച്ച് പരാതി കിട്ടിയപ്പോൾ അപ്പൊ തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു. പക്ഷെ മുൻ ഇടതുപക്ഷ MLA-ക്കെതിരായിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തപ്പോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് 12-13 ദിവസം അദ്ദേഹം പൂഴ്ത്തിവെച്ചത്? അപ്പൊ എന്ത് ഇരട്ട നീതിയാണ് പൂഴ്ത്തിവെച്ചത്. പിന്നെ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് മുഴുവൻ സ്ത്രീലമ്പടന്മാരാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എത്ര പേര് ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട എത്ര പേർ മന്ത്രിസഭയിലുണ്ടെന്ന് എണ്ണി നോക്കിയാൽ നന്നായിരിക്കും. ഞാൻ പറയണം, ഞാൻ അവരുടെ പേരൊന്നും എണ്ണി നോക്കണം. അദ്ദേഹം MLA-മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പിന്നെ മന്ത്രിസഭയിൽ, പിന്നെ MLA-മാരുടെ ഇടതുപക്ഷ MLA-മാരുടെ കൂട്ടത്തിൽ ലൈംഗിക അപവാദ കേസിൽപ്പെട്ട എത്ര പേരുണ്ട് എന്നൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിനെതിരെ നടത്തും. കോൺഗ്രസിന്റെ മുമ്പിൽ ഇത്രയും വിഷയം വന്നപ്പോൾ ഞങ്ങളത് ഭംഗിയായിട്ടാണ് അത് ചെയ്തു തീർത്തത്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2 ആഴ്ചക്കാലം ഒരു പരാതി കിട്ടിയിട്ട്, ഒരു മുൻ MLA, CPM-ന്റെ മുൻ MLA-യുടെ പരാതി കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രി അടച്ച് പെട്ടി വെക്കുകയായിരുന്നല്ലോ. എന്താ നടപടി എടുക്കാഞ്ഞ്? സ്ത്രീ പീഡനം നടത്തിയ എത്രയോ പേരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. ആ ഇരട്ടത്താപ്പ് മുഖ്യമന്ത്രിയുടെ ശരിയല്ല. എല്ലാവർക്കും ഒരേപോലെയാകണം നിയമം ഒരുപോലെയാണ്. എൻപിള്ള നയം സ്വീകരിക്കുന്നത് ശരിയല്ല. ഒരു സിറ്റിംഗ് MLA-ക്കെതിരെ പരാതി വന്നിട്ട് ഇന്ന് വരെ വാ തുറന്നിട്ടില്ല. അദ്ദേഹത്തിന് പാർലമെന്റ് സീറ്റ് കൊടുക്കുക ചെയ്തത്, കൂടുതൽ അംഗീകാരം കൊടുക്കുക ചെയ്തത്. ആ മഹാനാണ് കോൺഗ്രസിനകത്തെ ശ്രീലമ്പടന്മാരെ പറ്റി പറയുന്നത്. ജനങ്ങൾ തിരിച്ചറിയട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അതുപോലെ മീറ്റർ വെച്ച് അളക്കുകയല്ലേ, തീവ്രത അളക്കാനുള്ള മീറ്റർ കൈവച്ച് നടക്കുന്ന പാർട്ടിയാണ് ഞങ്ങളെപ്പറ്റി വർത്താനം പറയുന്നത്. അത് വേണ്ട, അത് കൈവരിക്കട്ടെ. ഞങ്ങൾ എടുക്കുന്ന പാർട്ടിയാണ്, ശക്തമായ നടപടിയെടുത്ത പാർട്ടിയാണ്. കേരളത്തിൽ മറ്റൊരു പാർട്ടിയും ഇത്രയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ജനങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിയാണ്. CPM-ന്റെ എത്ര നേതാക്കന്മാരുടെ ചരിത്രമുണ്ട്, എത്ര പേരുടെ പേരിൽ ആരോപണമുണ്ട്. എന്തേ അതൊന്നും പുറത്തു പറയാത്തത്? പരാതി ആസൂത്രിതമാണ് പിണറായി അതിനെ സ്ത്രീലമ്പടന്മാരുടെ ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് പിണറായി അതിനെ വിശേഷിപ്പിച്ചത്. അതെ, അത് അദ്ദേഹത്തിന്റെ അല്പത്തരം. അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത്
അദ്ദേഹം തന്നെ അത് ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെന്താ അർത്ഥം? അയാളിനെ സമ്മതിക്കല്ലേ? അയാളിനെ സമ്മതിക്കല്ലേ എന്റെ അർത്ഥം? ഈ സംഭവങ്ങളൊക്കെ ഇതുപോലെ 100 സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ അകത്ത് ഒരുപാട്, അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതികൾ എന്ന് പറയുന്നത്. അത്തരം പ്രതികളൊക്കെ അവരാണ് ഏറെയും. കോൺഗ്രസിനകത്ത് അങ്ങനെയൊന്നും ആളുകളില്ല ഏറെ. തെരഞ്ഞെടുപ്പ് ദിവസം സൈബർ കളികളെ സന്തോഷിപ്പിക്കാൻ ഒരു ഡയലോഗ് അങ്ങ് പറയുക, അതിന്മേൽ വലിയ പുളകം കൊള്ളുക. ഇങ്ങനെയാണോ ഒരു ഭരണാധികാരി പെരുമാറേണ്ടത്? ഒരിക്കലുമല്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് എങ്കിൽ ജനം അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് മറുപടി നൽകും. ജയ് ഹിന്ദ്.